എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ട പോലെ തന്നെ പൾസർ 220 കാർബറേറ്റർ ക്ലീൻ ചെയ്യണം. അത് നമ്മുടെ ഇമ്പൾസിലോട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം കഴിക്കാണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിത് 1 year ആയിട്ട് യൂസ് ചെയ്യുന്ന കാർബറേറ്ററാണ്. ചെറിയ രീതിയിൽ സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ട് കാർബറേറ്ററിന്. ഇന്ന് വീഡിയോ എടുക്കുന്ന ദിവസം സൺഡേ ആയതിനാൽ തൽക്കാലം വേറെ വാക്കം സിസ്റ്റം കിട്ടാൻ വഴിയില്ല. അപ്പോൾ ഇത് തന്നെ തൽക്കാലം ഇടാമെന്ന് വിചാരിച്ചു. നമ്മൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്ന ടർപ്പൻറ്റീൻ ഉപയോഗിച്ചാണ്. ടർപ്പൻറ്റീൻ എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്കായിട്ട് പറയാം, പെയിൻറ്റിലൊക്കെ ടിന്നർ പോലെ ഡൈല്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ അത് മേടിക്കാൻ പ്രത്യേകിച്ചൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ പോണത് ടർപ്പൻറ്റീൻ വെച്ച് ബൈക്ക് ഒന്ന് സ്റ്റാർട്ടാവുമെന്ന് നോക്കാനാണ്. അത് ടിന്നറൊക്കെ വെച്ച് ബൈക്ക് ഓടിക്കുന്ന വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. ടർപ്പൻറ്റീൻ വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കാർബറേറ്റർ പെർഫെക്റ്റായിട്ട് നമ്മുടെ വണ്ടിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ജെറ്റിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ജെറ്റിൻ്റെ സൈസ് ഇത്രയും കൂടി വലുതാക്കണം. എന്നാലും മാത്രമേ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കിംഗ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു 5000 RPM കഴിയുമ്പോഴേക്കും വണ്ടി കുത്താൻ തുടങ്ങും, പിന്നെ അങ്ങോട്ട് കയറില്ല. സൈസ് വലുതാക്കിയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ വണ്ടിയിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. വണ്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയെന്നും ടോപ്പിൻ്റെ എത്ര കിട്ടുന്നുണ്ടെന്നൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിലിട്ട് ചെയ്യാം.